ഈ വെള്ളത്തിനടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്കതവിടെ മാറ്റി വെച്ച് തപ്പി നോക്കിയാലോ. കഴിഞ്ഞ ദിവസം വന്ന സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കുറേ ദിവസമായിട്ട് നമ്മൾ ഈ സ്പോട്ടിൽ കിടന്ന് കറങ്ങുകയാണ്. നാട്ടുകാരൊക്കെ നമ്മളെ നോട്ടം ഇട്ടിട്ടുണ്ട്. അടി കിട്ടാതെ രക്ഷപ്പെട്ടാൽ ഭാഗ്യം. അപ്പം ഇന്നത്തെ വീഡിയോ ഈ സ്പോട്ടിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ആഴമുള്ള സ്പോട്ടിലാണ്. ഇതൊരു പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ്. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കിട്ടും എന്ന് കരുതാം. അത്യാവശ്യം ആഴമുണ്ട്. അപ്പം നമുക്കിവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. ഫ്രണ്ടിൽ ഫുള്ള് പുല്ലാണ്. കാരണം ആ സൈഡിൽ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് പുല്ലിങ്ങനെ വളർന്നു നിൽക്കുകയാണ്. അപ്പം ചവിട്ടിയെ നമ്മളെ ഇപ്പോൾ വെള്ളത്തിൽ പോകും ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഏകദേശം ഒരു 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഹെവി ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയാലോ. ഇവിടെ ഫുള്ള് പുല്ലും കൂട്ടം അത് നമുക്ക് തിരിച്ച് വലിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു മെറ്റലിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് പണ്ട് കാലത്തെ വല്ല ചൂണ്ടക്കുളത്താണെന്നൊരു സംശയമുണ്ട്. നല്ല പഴക്കമുള്ള കുറേ തുരുമ്പുള്ള ഒരു ഐറ്റമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഇത്രയും വലിപ്പമുള്ള ഒരു കൊളുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എന്തായിട്ടെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പം ഈ ഐറ്റം എവിടെയെങ്കിലും കണ്ട് എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് മാറ്റി പിടിക്കാം. ആദ്യത്തെ കാസ്റ്റിങ്ങിൽ ആ ഐറ്റം കിട്ടിയതുകൊണ്ട് അടുത്ത കാസ്റ്റിങ്ങിൽ നമുക്ക് വേറെ ഐറ്റം കിട്ടിയാലോ. അത്യാവശ്യം നമ്മൾ ഇപ്പോഴത്തെ സൈഡിലോട്ട് നീക്കിയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ആഴമുള്ള സ്പോട്ടാണെന്ന് തോന്നുന്നു. ഈ സൈഡിലായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ പോകാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു. അപ്പുറത്തെ സൈഡിലാണ് ആഴം കൂടുതൽ. നമ്മൾ നിൽക്കുന്ന സൈഡിലോട്ട് ആഴം കുറവാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അത്യാവശ്യം നല്ല ആഴമുള്ള സ്പോട്ടാണ്. നല്ല ദൂരത്തോട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഹെവി ആയിട്ട് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് കിട്ടിയാലോ. അപ്പം എന്താണെങ്കിലും നോക്കാം നമുക്ക് എന്താ നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ മൈൻഡ് മാത്രമാണ് തിരിച്ചു വരുന്നത്. അല്ല, ഇതിൽ എന്തോ ഒരു ഐറ്റം ഉണ്ട്. എന്തായിട്ടെന്ന് എനിക്കൊരു പിടിയില്ല. അത്യാവശ്യം നല്ല വഴക്കമുള്ള എന്തോ ഒരു മെറ്റലിൻ്റെ പീസാണ്. ചെറിയൊരു പെയിൻറ്റിൻ്റെ അംശമുണ്ട്. ഒരു വൈറ്റ് കളർ പെയിൻറ്റിൻ്റെ അംശം ഈ ഐറ്റത്തിലുണ്ട്. അപ്പോൾ ഐറ്റം കണ്ടിട്ട് എനിക്കൊരു പിടി കിട്ടുന്നില്ല. അപ്പോൾ ഈ ഐറ്റം കണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തായിട്ടെന്ന് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഐറ്റമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ഐറ്റം കിട്ടി എന്ന് കരുതാം. എന്താണേലും ഈ കാസ്റ്റിംഗ് കൊണ്ട് നമ്മൾ നിർത്താൻ പോകുന്നില്ല. അത്യാവശ്യം നല്ല ദൂരത്തോട്ട് നമ്മൾ പിന്നെയും കാസ്റ്റ് ചെയ്യും. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറായി. 1 മണിക്കൂറായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കിട്ടിയത് ഈ 2 ഐറ്റമാണ്. ഇതുവരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഹെവി ഐറ്റം കിട്ടാതെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്തതിൻ്റെ ഇപ്പുറത്തുനിന്ന് നമ്മൾ ഒന്നുകൂടെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ഐറ്റം എന്തെങ്കിലും കിട്ടിയാലും പുല്ലും കൂട്ടമായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കയറി നിൽക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും വലിയ ഐറ്റം കിട്ടിയാൽ പുല്ല് തട്ടി ഉടക്കി മിസ്സാവുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അത്യാവശ്യം നല്ല ദൂരത്തോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഹെവി ഐറ്റമാണ് ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ പതുക്കെയാണ് തിരിച്ചു വലിക്കുന്നത്. നമ്മുടെ ഐറ്റം ഹുക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ പുല്ലും കൂട്ടമായതുകൊണ്ട് നമുക്ക് കയറിയിരിക്കാൻ പറ്റത്തില്ല. ഇല്ല, നമുക്ക് ആ സൈഡിലോട്ട് കയറിയിരിക്കുന്നു. അത്യാവശ്യം നല്ല ആളുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് തോന്നും. അപ്പം നമ്മൾ വിശ്വസിച്ച പോലെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്ഥിരം കിട്ടുന്ന പോലെ കുറച്ച് മാൻ്റെ പിടിയാണ്. പിന്നെ ഇതിലൊരു കുഞ്ഞ് ഇരുമ്പിൻ്റെ അംശമുണ്ട്. അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു സിൽവർ കളറുള്ള ഒരു കുഞ്ഞായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ആണെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം. അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം. ഈ സ്പോട്ടിൽ അത്യാവശ്യം രാശിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടിൽ കാണാം.